മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയിലെ നെൽകൃഷി രംഗത്തേക്ക് പൂർണ്ണമായും യന്ത്രങ്ങൾ കടന്നുവന്നത് മേഖലയിലെ നെൽകൃഷിയിൽ പുത്തനുണർവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ പരമ്പരാഗത നെൽകൃഷി രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ നെൽകൃഷിക്കായുള്ള ഞാറുനടിൽ സജീവമായി. നമ്മുടെ നാട്ടിലെ മങ്കമാർ നെൽപ്പാടങ്ങളിൽ നിന്ന് പടിയിറങ്ങിയതോടെ ബംഗാൾ സ്വദേശികളായ യുവാക്കളാണ് ഞാറുനടൽ, മരുന്നടി തുടങ്ങിയ ജോലികൾ ചെയ്തു വന്നിരുന്നത്. എന്നാൽ കാലക്രമേണ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലി വർദ്ധിച്ചതും ജോലിയിലെ അശ്രദ്ധയും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. പാടത്തിന്റെ അരികുകളിലെല്ലാം നല്ല രീതിയിൽ നടന്ന ഇതര സംസ്ഥാനക്കാർ കണ്ടത്തിന് നടുക്കെത്തിയാൽ കള്ളത്തരം കാണിക്കുകയും ചെയ്യുന്നതായി കർഷകർ പരാതിപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് കർഷകർ പൂർണ്ണമായും യന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞത്. വരമ്പ് വയ്ക്കലും കളപറിക്കലും മാറ്റി നിർത്തിയാൽ ഞാറുനടൽ, മരുന്നുതളി, കൊയ്ത്ത് തുടങ്ങിയ മറ്റെല്ലാ പണികൾക്കും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഏറെ സമയവും പണവും ലാഭിക്കുന്നതായി കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. 1 മണിക്കൂർ കൊണ്ട് 1/2 ഏക്കർ വയലിൽ ഞാറുനടൽ പൂർത്തിയാക്കാൻ യന്ത്രങ്ങൾക്ക് കഴിയുമെന്നത് വലിയൊരു നേട്ടമാണ്. ഏക്കറിന് 5000 രൂപ മുതൽ 6000 രൂപ വരെ മാത്രമേ യന്ത്രം ഉപയോഗിക്കുന്നതിന് ചിലവ് വരൂ എന്നതും കർഷകരെ യന്ത്രവൽക്കരണത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. പാടശേഖര സമിതികളും ഇപ്പോൾ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ പാടശേഖരത്തിലും നടീൽ പൂർത്തിയാകുന്നതിനാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നുതളി, കൊയ്ത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരേ സമയവും കൂടുതൽ കാര്യക്ഷമവുമായി നടത്താൻ സാധിക്കുന്നു. നെല്ലിന്റെ മൊത്ത കച്ചവടത്തിനും ഇതേറെ സഹായകരമാണ്. വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിലുള്ള 200 ഏക്കർ പാടശേഖരങ്ങളിൽ ഉമ എന്ന ഇനം നെൽവിത്ത് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറുനടൽ പുരോഗമിക്കുകയാണ്. എങ്കക്കാട് കിഴക്ക്, എങ്കക്കാട് പടിഞ്ഞാറ് തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും നടീൽ പ്രവർത്തനം നടക്കുന്നത്. പണ്ടുകാലത്ത് മനുഷ്യശക്തിയായിരുന്നു കൃഷിയുടെ അടിസ്ഥാനമായിരുന്നതെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയും യന്ത്രവൽക്കരണവും നെൽകൃഷിയിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. യന്ത്രങ്ങൾ കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുന്നുണ്ടെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന തൊഴിൽ നഷ്ടം ഒരു പ്രധാന വെല്ലുവിളിയാണ്.